ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും പോലെ തന്നെ ഇന്ന് മാർക്കറ്റ് 10 പോയിൻ്റ് ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. കാലത്ത് തന്നെ നിഫ്റ്റി 10 പോയിൻ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ക്ലോസിങ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിനേക്കാളും 10 പോയിൻ്റ് ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. ADR എടുക്കുകയാണെങ്കിൽ പുറത്തെ മാർക്കറ്റിൻ്റെ ADR എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇൻഫോസിൻ്റെ ADR മൈനസാണ്, വിപ്രോൻ്റെ ADR മൈനസാണ്, ICICI ബാങ്ക് ADR മൈനസാണ്, HDFC ADR മൈനസ്, എല്ലാം സ്ലൈറ്റ് മൈനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ന്യൂസുകളൊന്നും നമുക്ക് ADR കിട്ടുന്നില്ല. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ വീണ്ടും സെല്ലിങ് തന്നെയാണ്, കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടുത്ത് നോക്കുകയാണെങ്കിലും ഇന്നലെയും ഒരു 2000 കോടിയുടെ അടുത്ത് സെല്ലാണ്, 2000 കോടിയുടെ അടുത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും ഇവിടെയും മാർക്കറ്റ് നമുക്ക് നെഗറ്റീവ് എടുക്കാനേ പറ്റുള്ളൂ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേസ് ഇതായതുകൊണ്ട് നെഗറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ. എങ്കിൽ തന്നെ കമ്പാരിസണിൽ ബൈ വന്നിട്ടുണ്ട്. അത് ഡൊമസ്റ്റിക് എടുത്ത് പുതിയ കാര്യമില്ല, എല്ലാ ദിവസവും ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. അടുത്തത് എനിക്ക് പറയാനുള്ളത് ഫെഡിൻ്റെ മിനിറ്റ്സാണ്, അല്ലെങ്കിൽ ഫെഡിൻ്റെ ഡിസിഷനാണ്. ഇൻട്രസ്റ്റ് ഡിസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വളരെയധികം പ്രഷറാണ് സ്വാഭാവികമായിട്ട് ഫെഡ് ഗവർണറുടെ മുമ്പിലേക്കുള്ളത്. ഏകദേശം ഒരു ഇൻട്രസ്റ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. കാരണം ബേസിക്കലി താരിഫ് 1-ാം തീയതി വരുന്നു, ആ റിസ്ക് നിൽക്കുന്നുണ്ട്, പ്രഷറുണ്ട്. എങ്കിൽ തന്നെ മനസ്സിലാക്കേണ്ട ഡേറ്റ് നമ്മളിപ്പോൾ അത് പറഞ്ഞു വരുന്നതാണ് ജൂലൈ 30. ഇതാണ് നമ്മുടെ താരിഫിൻ്റെ ഡേറ്റ്. അപ്പം മാർക്കറ്റിൽ ഈ ഡേറ്റിൽ താരിഫിൽ ഇൻട്രസ്റ്റ് അവിടെ കുറയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ അപ് ട്രെൻഡ് ഉണ്ടാവും. ഓൾറെഡി അമേരിക്കൻ മാർക്കറ്റ് ചെറിയ അപ് ട്രെൻഡ് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു ഗുഡ് ന്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു ഗുഡ് ന്യൂസ് 30-ാം തീയതി വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഹൈപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഏരിയയാണ് ജൂലൈ 30. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം മാർക്കറ്റ് 30-ാം തീയതി വരെയുള്ള നെഗറ്റീവ്സ് വന്നാലും 30-ാം തീയതിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് 28ആണ്, 2 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് 3-ാം ദിവസമേ അറിയാൻ പറ്റുള്ളൂ. 30-ാം തീയതി എന്ന് പറയുമ്പോൾ നമുക്ക് 31-ാം തീയതി അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ എത്തിയിരിക്കണം. 2 ദിവസത്തെ വീക്ക്നെസ് മാർക്കറ്റിലുണ്ടെങ്കിലും 30-ാം തീയതി മാർക്കറ്റ് ചിലപ്പോൾ വലിയൊരു ഗുഡ് ന്യൂസായിട്ട് മാറിക്കൂടാന്നില്ല. ഓക്കെ, ഇപ്പോഴും ചാൻസ് നെഗറ്റീവാണ്. കാരണം റേറ്റ് കട്ട് ഇല്ലാതിരിക്കാനാണ് സാധ്യത. അത് ഓട്ടോ സെയിൽസാണ്. ഓട്ടോ സെയിൽസിൻ്റെ ഡേറ്റ് വരാൻ പോണത് 1-ാം തീയതിയാണ്. അപ്പോൾ 3 ഡേയ്സിന് ശേഷമാണ് 1-ാം തീയതി ഓട്ടോ സെയിൽസിൻ്റെ ഡേറ്റ് വരും. ഇതെന്താ ഇപ്രാവശ്യം ഓട്ടോ സെയിൽസിനെ കുറിച്ച് പറയാൻ കാരണം, ചിലപ്പോൾ സെയിൽസ് മോശമാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സെക്ടറും ഫിനാൻസും അതുപോലെ താഴ്ത്തേക്ക് പോരണം. അതുപോലെ തന്നെ ഓട്ടോ സെക്ടറിലെ ഷെയർസും താഴ്ത്തേക്ക് പോരണം. ഈ 2 കേസുകൾ 1-ാം തീയതിക്ക് പെൻഡിങ് ആണ്. 30-ാം തീയതി എന്ന് പറയുന്നത് 31-ാം തീയതിയാണ് നമുക്ക് ന്യൂസ് വരുന്നത്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. 1-ാം തീയതി നെഗറ്റീവ് ന്യൂസിനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് അവിടെ വരുമ്പോഴേക്കും ഒരു കണ്ണിങ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് പോയിന്റിൽ ഭയങ്കരമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ന്യൂസുകളൊക്കെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ന്യൂസ് 30-ാം തീയതി 1-ാം തീയതിക്ക് ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അതിൻ്റെ ഒപ്പം താരിഫും 1-ാം തീയതി ഡേറ്റ് പറഞ്ഞാൽ അതിൻ്റെ വല്ല ന്യൂസുകൾ വരുന്നുള്ളതെന്ന് അറിയേണ്ട കാര്യങ്ങളും ഉണ്ട്. അടുത്തൊരു നെഗറ്റീവ് ന്യൂസ് വീണ്ടും വരുന്നത് TCSൻ്റെ ന്യൂസ്. TCS ഒരു 12,000 എംപ്ലോയീസിനെ കട്ട് ചെയ്യുന്നുള്ള ഒരു ന്യൂസുകളാണ്. പറഞ്ഞാൽ കൂടുതൽ ആവശ്യമില്ലാത്ത സെക്ടറിലെ ആൾക്കാരെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ന്യൂസുകളെ സംബന്ധിച്ചും നെഗറ്റീവാണ്. അപ്പോൾ ടോട്ടലി നമുക്കൊരു നെഗറ്റീവ് ന്യൂസ് ഇവിടെ നിന്നും വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ന്യൂസും മാർക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. കാരണം TCSൻ്റെ ബിസിനസ്സിനെ ഇത് ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ട് മോശമായിപ്പോയി. ഇപ്പോൾ കോട്ടക് ബാങ്കിൻ്റെ റിസൾട്ട് മോശമായിപ്പോയി. TCS ആൾക്കാരെ കട്ടൗട്ട് ചെയ്യാനുള്ള വർക്കേഴ്സ് കട്ടൗട്ട് വരുന്നു. അപ്പം FISൻ്റെ ബൈ കുറയുന്നു. ഇതൊക്കെ നെഗറ്റീവ് ട്രെൻഡാണ്. ഇതിനടുത്തതാണ് ഇന്ത്യൻ റുപ്പി മോശമാകുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവ്, FISൻ്റെ സെല്ലിങ് ഒക്കെ വരുന്ന. പോസിറ്റീവായിട്ട് പറയാവുന്ന ഒരേ ഒരു ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് താരിഫാണ്. താരിഫിൻ്റെ ഗുഡ് ന്യൂസ് ബന്ധപ്പെട്ട് 1-ാം തീയതി മാർക്കറ്റ് പോസിറ്റീവ് ആയിട്ട് മാറിക്കൂടാന്നില്ല.
പക്ഷേ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്ത്യൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കേസ് പല ദിക്കിലും നെഗറ്റീവാണ്. ഓട്ടോ സെയിൽസ് നെഗറ്റീവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ടോട്ടലി മാർക്കറ്റിൽ നെഗറ്റീവ് ബൈസാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാം. ചിലപ്പോൾ 30-ാം തീയതി കൂടി ആ ഷോർട്ട് ചിലപ്പോൾ ഒന്ന് ഒരു സെക്ഷൻ ലെവലിൽ ഇവിടെ ബ്ലോക്ക് ആവും. കാരണം ഒരു ഗുഡ് ന്യൂസ് വന്നുകൂടാ എന്ന് വിചാരിച്ചില്ല. പക്ഷേ അത് വന്നില്ലെങ്കിൽ വീണ്ടും അവിടുന്ന് മാർക്കറ്റിന് നെഗറ്റീവ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക, മാർക്കറ്റ് ഒരു നെഗറ്റീവ് ലെവലിൽ തന്നെയാണ് നീങ്ങുന്നത്. ന്യൂസുകളൊന്നും പോസിറ്റീവ് അല്ല. എങ്കിലും ഈ 1-ാം തീയതി കഴിഞ്ഞാൽ ഇതൊക്കെ മാറിക്കൂടാന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക മാർക്കറ്റ്. താങ്ക് യു. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.